നമസ്കാരം. ഡിഫോക്സിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അനുവദിച്ച തുകയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി വിവരാവകാശ രേഖ. 2013 മുതൽ 15 വരെ ജില്ലാ ഭരണകൂടവും വനം വന്യജീവി വകുപ്പും ചേർന്ന് 43 കോടിയിലധികം ചെലവഴിച്ചെങ്കിലും ഇതിൽ ഭൂരിഭാഗവും അർഹരിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. വനത്തിനുള്ളിൽ ഗതികെട്ട് കഴിയുന്നവരും ഭൂമിയില്ലാത്തവരുമായ ആദിവാസികൾക്ക് ലഭിക്കേണ്ട സഹായം പാതി വഴിയിൽ ചോർന്നു പോവുകയാണെന്ന് വ്യക്തം. 2013-14 വർഷത്തിൽ 2,56,00,000-ഉം 14-15-ൽ 3,83,10,335 രൂപയുമാണ് വയനാട് ജില്ലാ ഭരണകൂടം ആദിവാസികൾക്ക് ഭൂമി വാങ്ങാനായി ചെലവഴിച്ചത്. 15-16 വർഷത്തിൽ ഇതുവരെ 2,06,24,833 രൂപയും ചെലവഴിച്ചു. 2014-15 വർഷത്തിൽ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് 14,58,47,445 രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. ആകെ മൊത്തം 22,73,82,613 രൂപ. വയനാട് വന്യജീവി സംരക്ഷണ കാര്യാലയം പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ നിന്ന് വായ്പയെടുത്ത 7.4 കോടി രൂപയടക്കം 20,44,00,000 രൂപയാണ് ചെലവഴിച്ചത്. 2 കാര്യാലയങ്ങൾ ചേർന്ന് 43,21,00,000-ഓളം രൂപ. ഈ തുക കൃത്യമായി അർഹരിലേക്ക് എത്തിയില്ലെന്നു മാത്രം. പദ്ധതികൾ പലതും പൂർത്തിയാകാതെ ഇടപാടുകാരും കരാറുകാരും തുക വാങ്ങി പോവുകയും ചെയ്തു. ആദിവാസികൾക്ക് എവിടെ ഭൂമി കിട്ടിയത്? ഇവിടെ 1 ഏക്കർ ഭൂമിക്ക് 18 ലക്ഷവും 20 ലക്ഷത്തിനൊക്കെ മേടിച്ചിട്ട് അത് 30 ലക്ഷം 26 ലക്ഷമൊക്കെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണക്കുണ്ടാക്കാം. ഇവിടെ എവിടെ കണക്കില്ലത്? എനിക്ക് തന്ന ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം തന്ന ആദ്യത്തെ കണക്കിൽ 1 വർഷത്തെ ഇതാണ് എഴുതിയേക്കണേ. രണ്ടാമത് പ്രശ്നമായി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു കത്ത് വന്നേക്കണത് 11 വർഷത്തെയാണ്. ഇതിൽ ഏതാ നമ്മൾ വിശ്വസിക്കുക? ആശിക്കും ഭൂമി ആദിവാസിക്ക് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി തുടങ്ങി അസംഖ്യം പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതിനായി നടപ്പിലാക്കിയത്. എന്നാൽ ഇതിൽ പാതിയെങ്കിലും കൃത്യമായി ചെലവഴിച്ചിരുന്നെങ്കിൽ ആദിവാസികൾക്ക് ഇന്നത്തെ ഗതി വരില്ലായിരുന്നു. പദ്ധതികൾക്കുള്ള തുക ചോർന്നു പോകുന്നത് തുടർക്കഥയാവുകയാണെന്ന് വ്യക്തം. വയനാട്ടിൽ എത്ര ആദിവാസി കുടുംബങ്ങൾ, എത്ര പേർ ഭൂരഹിതർ, 2005 മുതൽ 16 വരെ 11 വർഷം ഇവർക്ക് വേണ്ടി ചെലവാക്കിയ തുകയുടെ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ കണക്ക് സർക്കാരിന്റെ കൈവശമില്ലെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. ആശിക്കും ഭൂമി സ്വന്തമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന അസംഖ്യം കോടികൾ കാടിന്റെ മക്കൾക്ക് കിട്ടാക്കനിയാണ്. അത് പാതി വഴിയിൽ ആരൊക്കെയോ വലവെച്ച് പിടിക്കുകയാണ്. അവരെ കൂടി കെണിയിൽ കുടുക്കേണ്ടതുണ്ട്. വയനാട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1. ഈ വാർത്തയോട് പ്രതികരിക്കാൻ വിവരാവകാശ പ്രവർത്തകൻ ടി കെ കുഞ്ഞു മുഹമ്മദ്, ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ, അതുപോലെ MLA-മാരായ OR കേളു, IC ബാലകൃഷ്ണൻ എന്നിവരെയും പ്രതീക്ഷിക്കുന്നു. ധന്യരാമൻ, ദലിത് ആദിവാസി പ്രവർത്തക, അവരും ടെലിഫോൺ ലൈനിൽ ഉണ്ടാകും. ആദ്യം കുഞ്ഞു മുഹമ്മദിലേക്ക്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ഏത് സാഹചര്യത്തിലാണ് ഈ വിവരം നിങ്ങൾ അന്വേഷിച്ചത്? വയനാട്ടിൽ ഭൂരഹിതരായ ആദിവാസികളുടെ കണക്ക് ലഭ്യമാണോ? അവർക്ക് ഭൂമി വാങ്ങി നൽകുന്നത് ഏത് ഭാഗത്താണ്? വനത്തോട് ചേർന്നാണോ, വനത്തിന് പുറത്താണോ? മറ്റ് പുനരധിവാസ പദ്ധതികൾ എവിടെ വരെയായി? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച വെച്ചതിൽ തന്നെ വളരെയേറെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന വിവരാവകാശ പ്രകാരം ഒരു യഥാർത്ഥ കണക്കല്ല ഇവര് തന്നിരിക്കുന്നത്. ഇവര് നമ്മൾക്ക് തന്നിരിക്കുന്ന കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വ്യത്യാസമായിട്ടുള്ള കണക്കുകളാണ് തന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ചോദിക്കുന്ന കണക്കുകളല്ല ഇവർ തരുന്നത്. ഇവർ തന്ന കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ വയനാട്ടിലെ ആദിവാസികൾ ഇന്ന് സമ്പന്നന്മാരാകേണ്ടതാണ്. അത് എവിടെയാണ് ആ പൈസ പോയത്, ആരാണ് ഈ പൈസ എടുത്തത് എന്നതിനെ പറ്റി സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ആവശ്യം. പൈസ ഇതിൽ നല്ല സംഖ്യയാണ് ഇവരിപ്പോൾ തന്നിരിക്കുന്നത്. കണക്ക് ഇഷ്ടമാതിരി ഉണ്ടാക്കാം. കണക്ക് ഈ ആദിവാസികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അതിനെപ്പറ്റി ചോദിക്കാനോ അതിനെപ്പറ്റി പറയാനോ ഇന്നിപ്പോൾ ആരും നിലവിലില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചോദിച്ച കണക്കുകളല്ല നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ മൊത്തം ഗവൺമെന്റിൽ നിന്ന് എത്ര രൂപ ചിലവഴിച്ചു എന്ന് ചോദിച്ചതിന് കൃത്യമായൊരു കണക്കില്ല. പിന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട എത്ര ആദിവാസി കുടുംബങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചതിന് കൃത്യമായൊരു കണക്കില്ല. ഇതിൽ കിടപ്പാടമില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട് എന്ന് ചോദിച്ചതിനൊരു കണക്കില്ല. അത് സംസ്ഥാനത്തുമില്ല, ഈ ജില്ലയിലുമില്ല. അപ്പൊ ഈ പൈസയൊക്കെ ഇവർക്ക് ചെലവഴിച്ച പൈസയുടെ കൃത്യമായ കണക്കുകളുണ്ട്. ഇത് ചില രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും, മൊത്തം രാഷ്ട്രീയ പാർട്ടിയെ പറയുന്നില്ല, ചില രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ഒരു സംഘം ഈ പണം തട്ടിയെടുത്തിട്ടുണ്ടായിരിക്കും. അത് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം. ഇവരുടെ പണം ഇവരുടെ പേരിൽ വന്ന നമ്മളുടെ സാധാരണക്കാരൻ നികുതി അടക്കുന്ന പണമാണ് ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ആ പണം ഇവർക്ക് കിട്ടാനുള്ള ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ആ പണം മേടിച്ചു കൊടുക്കേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്. റൈറ്റ്. ടി കെ കുഞ്ഞു മടങ്ങി വരാം. ഇപ്പോൾ ധന്യരാമൻ കൂടിയുണ്ട്. ധന്യരാമൻ, ഈ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതായത്
ആദിവാസി ഭൂമി പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ഇതിനിടയിൽ സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കുന്ന, അതായത് ഭൂമി വാങ്ങി ആദിവാസികൾക്ക് നൽകുക, അവരെ പുനരധിവസിപ്പിക്കുക എന്ന പദ്ധതി മുമ്പ് ആന്റണി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച ട്രൈബൽ മിഷൻ ഇടക്കാലത്ത് നിലച്ചുപോയി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പാതി വഴിയിലാണ്. ഇപ്പോൾ ഈ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പുനരധിവസിപ്പിക്കാൻ പറ്റാതെ വെറുതെ ഭൂമി വാങ്ങിയിട്ടാൽ അത് വീണ്ടും അന്യാധീനപ്പെടാനല്ലേ സാധ്യത? തീർച്ചയായിട്ടും ഈ ഭൂമിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതുവരെ ഭൂമി ഇല്ലാത്തവരുടെ സർവേ പോലും പൂർണ്ണമായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഞാൻ പോകുന്ന ഊരുകളിലൊക്കെ ഭൂമി ഇല്ലാത്തവരുടെ ഈ 1.5 സെന്റിൽ തന്നെ 15 കുടുംബങ്ങളൊക്കെ ജീവിക്കുന്ന അവസ്ഥ ഇന്നും ചീപ്രത്തൊക്കെ ഉണ്ട്. ചീപ്രത്തുള്ള ഒരു മനുഷ്യനും ഭൂമിയില്ല. ആ ഡാമിന്റെ സൈഡിൽ ഇറിഗേഷന്റെ സ്ഥലത്ത് 24 കുടിലുകളായിട്ട് 230 പേരാണ് താമസിക്കുന്നത്. അപ്പൊ അവരൊന്നും ഈ ഭൂമിയുടെ കണക്കുകളിലേക്ക് അവരൊന്നും വന്നിട്ടേ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഒരു സർവേ എടുക്കേണ്ടി വരും കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് ഭൂമിയില്ലാത്തവരുടെ കണക്കറിയണമെങ്കിൽ. മറ്റൊരു കാര്യം പറയാനുള്ള, അഴിമതിയൊക്കെ കാലാകാലങ്ങളായി നടന്നു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലാണ് ഞാനും ഇപ്പൊ ഗീതൻ ചേട്ടനും ഞങ്ങളൊക്കെ പോലുള്ളവർ മാധ്യമങ്ങളിലേക്ക്, രാഷ്ട്രീയ ബോധമുള്ള മാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം വിവരങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൃത്യമായിട്ട് ഇനി നടന്ന അഴിമതി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനടക്കം ഞങ്ങളുടെ മുതിർന്ന പ്രവർത്തകരുണ്ട്. മുതിർന്ന പ്രവർത്തകരോടൊപ്പം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഈ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അഴിമതി അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടേക്കാണ് പൈസ പോയത്, ആരാണ് അഴിമതി നടത്തിയെന്ന് വിജിലൻസ് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ആ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള യോഗങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞു. മാത്രമല്ല, പദ്ധതി രൂപീകരണത്തിൽ ഇപ്രാവശ്യം തൊട്ട് മുഴുവൻ ആദിവാസി ഊരുകളിലെ മൂപ്പന്മാരെ അടക്കമിരുത്തി 5 ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ എങ്ങനെ ഇനി ഒരു രൂപ പോലും പുറത്തു പോകാത്ത രീതിയിൽ ആ പൈസ ആദിവാസികളുടെ കൈകളിലേക്ക് എത്തിക്കാം. ഒരു പ്രൈവറ്റ് NGOയെ പോലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല. ഒരു സർക്കാർ ഏജൻസികൾ ഇതുവരെ വീഴ്ച വരുത്തിയിട്ടുള്ള ഒരു സർക്കാർ ഏജൻസികളെയും ആദിവാസിയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അതിന്റെ 5 ചർച്ച ഇപ്പോൾ നടന്നു കഴിഞ്ഞു പദ്ധതി രൂപീകരണത്തിന്റെ. അപ്പൊ അതിനകത്ത് ഞങ്ങൾ കുറച്ച് പ്രതീക്ഷയുണ്ട്, അഴിമതി തടയാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ മുതിർന്ന പ്രവർത്തകരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഫലം ഉണ്ടായാൽ മാത്രമേ ഇത് ഈ തട്ടിപ്പ് തടയാൻ പറ്റുകയുള്ളൂ. ആ രീതിയിലേക്ക് ഒരു കൂട്ടായ്മ വളരണം എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം. തീർച്ചയായിട്ടും ഞാൻ മടങ്ങി വരാം നിങ്ങളിലേക്ക്. ടി കെ കുഞ്ഞുമുഹമ്മദ്, ഈ വിഷയത്തിൽ അനുവദിച്ച തുക, അതുപോലെ ചെലവഴിച്ച തുക, അതെങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയ വിവരങ്ങൾ കുറെ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അഴിമതി ഏത് ഭാഗത്താണ് നടന്നിട്ടുള്ളത്? ഇത് പറയുകയാണെങ്കിൽ ഇത് ഭൂമി എടുക്കുന്നതിൽ വന്ന ക്രമക്കേടുകൾ. കാരണം ഭൂമി എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉടമസ്ഥന്റെ അടുത്ത് പോയിട്ട് ഈ ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ അത് വനസൈഡിലുള്ള ഭൂമിയാണെങ്കിൽ വിറ്റ് പോകാൻ, പൊതു മാർക്കറ്റിൽ വിറ്റ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭൂമിയാണെങ്കിൽ അങ്ങനെയുള്ള ഭൂമികളൊക്കെ കണ്ടെത്തി അതിനൊരു വില നിശ്ചയിച്ച് ആ വിലക്ക് ഇവര് ഉടമസ്ഥനോട് പറഞ്ഞ്, അത് ഇടനിലക്കാരെ മുഖാന്തരമാണ് പറയാ. അത് പറഞ്ഞതിന് ശേഷം, വില ഉറപ്പിച്ചതിന് ശേഷം ഇവര് പോയിട്ട് പിന്നെ ഈ ഉടമസ്ഥനും കൂടി ഒത്ത് ഇവര് വില കൂട്ടി, ഉടമസ്ഥനുമായിട്ട് പറയുന്ന വില അല്ല, പിന്നെ അത് രേഖാമൂലം വരിക. അതിൽ 3-4 ലക്ഷം രൂപ കൂടുതൽ പറഞ്ഞുകൊണ്ട് എടുക്കി. അതിനുശേഷം ഉടമസ്ഥന് വരുന്ന ഈ അക്കൗണ്ടിലേക്ക് വരുന്ന പണം ഇവര് തിരിച്ച് നൽകുന്ന ഒരു പ്രവണതയുണ്ടോ എന്ന് പിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുന്ന പണം ഈ ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്കോ മറ്റുള്ളവർക്കോ, ഈ ഉടമസ്ഥനടക്കം, സ്ഥലത്തിന്റെ ഉടമസ്ഥനും ഇടനിലക്കാരും ആയി നിൽക്കുന്ന ആളുകൾ ഇത് മേടിച്ചിട്ട് അവരെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും ഈ ഇടനിലക്കാരും ഇത് പങ്കുപറ്റുന്നുണ്ടോ എന്ന് സമഗ്രമായ ഒരു അന്വേഷണമാണ് ആവശ്യം. ആ വഴിക്ക് ഒരു പൈസ പോയതായിട്ട് ഒരു സംശയം എനിക്കുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഈ പിന്നെ വില കൂട്ടി സ്ഥലം ആവശ്യമില്ല. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പൊ പോയി നോക്കിയെടുത്ത സ്ഥലം ശരിക്കും ഈ ആദിവാസിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണോ, അതിന് അനുയോജ്യമായ സ്ഥലമാണോ എന്നും അന്വേഷിക്കണം. ഇതിലൊക്കെ ഭയങ്കരമായ ഒരു അവസ്ഥ. നമ്മളുടെ ആദിവാസി വിഭാഗത്തിൽ നിന്നും ഈ പണിയ സമുദായത്തിൽപ്പെട്ട ഒരു ബാലതാരമായിട്ട് സംസ്ഥാന അവാർഡ് നേടിയ മണി എന്ന് പറയുന്ന ഒരു ബാലതാരത്തിന് കഴിഞ്ഞ ഗവൺമെന്റോ ഈ ഗവൺമെന്റോ ഇതിന്റെ മുമ്പ് പോയിട്ടല്ല, അതിന്റെ മുമ്പല്ല, ഇപ്പൊ ഇന്ന് നിലവിലുള്ള ഗവൺമെന്റ് ആദ്യം ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവരടക്കം ഈ എനിക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എത്രയോ വാഗ്ദാനങ്ങൾ പറഞ്ഞ് അവാർഡ് കിട്ടിയപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പോലും അവർ ഒരു തുണ്ട് സ്ഥലം തലചായ്ക്കാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ആർക്കാണ് ഈ സ്ഥലം മേടിച്ചു കൊടുത്തത്? ഈ പണം എവിടേക്കാണ് സ്ഥലം മേടിച്ചത്? ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥലം മേടിച്ചിരിക്കുന്നത്? ഇതിന് എത്ര രൂപ വില വന്നു? ഇതിന് ആധാരങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇത് ഈ സ്ഥലം ഇപ്പൊ ഇന്നും ഈ പിന്നെ പുനരധിവാസ പദ്ധതിയിൽ സ്ഥലം മേടിച്ചത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ അന്വേഷണം നടത്തി
ഇവരുടെ പേരിൽ കൊടുക്കുന്ന ഈ പണത്തിന് അത് ഇവരുടെ കയ്യിൽ കിട്ടാനില്ല, ഇവരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാൻ. ശരി കുഞ്ഞുമുഹമ്മദ്, മടങ്ങി വരാം. ധന്യരാമൻ, ആശിക്കും ഭൂമി ആദിവാസിക്ക് എന്നാണ് ഒരു പദ്ധതിയുടെ പേര്. ആശിക്കും ഭൂമി ആദിവാസിക്ക് എന്ന് പറയുമ്പോൾ നിലവിൽ അവർ താമസിക്കുന്ന വനത്തിനകത്തെ ഭാഗത്ത് അവർ സംതൃപ്തരല്ല. അപ്പോൾ അവർക്ക് കുറെ കൂടി സുരക്ഷിതമായ സൗകര്യമുള്ള ഒരു പ്രദേശത്തേക്ക് മാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ ഈ പദ്ധതികൾ അങ്ങനെ തന്നെയാണോ രൂപകൽപ്പന ചെയ്യുന്നത്? എൻ്റെ മറ്റൊരു ചോദ്യം, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ട്രൈബൽ മിഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കാതെ ഈ പദ്ധതികളെ ഏകീകരിക്കാൻ സാധിക്കുമോ? ഈ പദ്ധതികളെ ഏകീകരിക്കുന്നതിന് മുമ്പേ തന്നെ കൃത്യമായിട്ട് ആദിവാസികളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ ഉറപ്പാക്കിയാൽ മാത്രമേ ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു പദ്ധതിയായാലും വിജയിക്കുകയുള്ളൂ. ആദിവാസികളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ ഓരോ പദ്ധതികളും നടപ്പിലാക്കണം. കാരണം ഭൂമി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുഞ്ഞു മുഹമ്മദ് ഏട്ടൻ പറഞ്ഞ പോലെ പിന്നെ ഭൂമി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും കൃത്യമായിട്ട് ഇവരാരും തന്നെ അറിയാത്തവരുണ്ട്, അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്. ഇതിനകത്ത് ഒരു ഈ പദ്ധതി വന്നത് തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു മിച്ചഭൂമി കണ്ടെത്തി ആദിവാസിക്ക് കൊടുക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷെ ഇത് ചെയ്യാതെ എന്തിനാണ് ഈ ലാൻഡ് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു മാഫിയയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണത്. അപ്പോൾ ആ ഭൂമി വാങ്ങുമ്പോൾ ആരുടെയൊക്കെയോ ഭൂമിക്ക് കെട്ടിക്കിടക്കുന്ന വേണ്ടാത്ത ഭൂമികൾ വിറ്റു പോകുന്നുള്ള ഒരു ചർച്ച നേരത്തെ നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ പദ്ധതിയാണ് ഈ ആശിക്കും ഭൂമി ആദിവാസിക്ക് എന്നുള്ളത്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്രയും അഴിമതി അതിനകത്ത് നടക്കില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന IC ബാലകൃഷ്ണൻ MLA തന്നെയാണല്ലോ ഇപ്രാവശ്യം അദ്ദേഹം തന്നെ ഈ ഭൂമിയുടെ മുഴുവൻ വിതരണവും നേരിട്ട് പോയി പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹം തന്നെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരു 30 സെന്റ് ഭൂമി ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അളന്നു നോക്കുമ്പോൾ 30 സെന്റ് ഇല്ല. അപ്പൊ ഏതെല്ലാം രീതിയിൽ തന്നെ അവരെ പറ്റിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പറ്റിക്കലുകൾ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഇത്തരം പദ്ധതികൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദിവാസികളുടെ തന്നെ പങ്കാളിത്തത്തോടുകൂടി നടത്തിയാൽ മാത്രമേ അത് കൃത്യമായിട്ട് അത് ഉപകരിക്കപ്പെടുകയുള്ളൂ. ശരി, ഞാൻ രണ്ടുപേരെയും മടങ്ങിയെത്താം വളരെ പെട്ടെന്ന്. ചെറിയ ഇടവേള ആവശ്യം. കുഞ്ഞു മുഹമ്മദിലേക്ക് ഒരിക്കൽ കൂടി. കുഞ്ഞു മുഹമ്മദ്, നിലവിൽ ആദിവാസി വനാവകാശ നിയമപ്രകാരം നിലവിൽ താമസിക്കുന്നതോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളതായ ഭൂമി ആദിവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് അവരുടെ പുനരധിവാസ പ്രവർത്തനത്തിന് അവർക്ക് കുറെ കൂടി സുരക്ഷിതമായ പ്രദേശത്ത് ഭൂമി കണ്ടെത്തി അവർക്ക് വീട് വെച്ച് നൽകുന്നത്. ഈ പ്രവർത്തനങ്ങൾ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? ഈ വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി വിതരണം എത്രമാത്രം നടപ്പിലായിട്ടുണ്ട് വയനാട്ടിൽ? ഇത് പറയുകയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊരു സത്യമായ ഒരു അന്വേഷണം ഞാനും നടത്തിയിട്ടില്ല. നമ്മളൊരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഞാനൊരു ആഴ്ചയിൽ 3 ദിവസം കൂലിപ്പണിക്ക് പോയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ഇതാക്കുന്നത്. ഞാൻ അറിഞ്ഞോടത്തോളം സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതില് ഭൂമി കിട്ടിയതായിട്ട് എനിക്കിപ്പോ പിന്നെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. കാരണം എന്റെ പ്രദേശത്ത് തന്നെ 19ഓളം ആദിവാസി കോളനി ഉണ്ട്. അതില് 100 കണക്കിന് ആദിവാസികൾ ഇവിടെ ഭൂമി ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പേര് ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊരു ഭൂമി കണ്ടെത്തിയതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷണത്തിലും തെളിഞ്ഞിട്ടുമില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവർക്ക് ഭൂമി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ ഉൾപ്പെടുത്തിയും കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോയെങ്കിലേ നടക്കുള്ളൂ. ഇതിന് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇന്നും വയനാട്ടിലെ ഞങ്ങളുടെ ഈ ബത്തേരി IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA. അദ്ദേഹം എല്ലാ തിരക്കും ഒഴിവാക്കിക്കൊണ്ട് ഈ ആദിവാസികളുടെ ഈ ബാലതാരമായ മാണിക്ക് എന്നോടൊപ്പം തന്നെ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിന് ഒപ്പം പോയിട്ടും നോക്കിയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ എടുത്ത് നിന്നിട്ട് ഒരു നീതി ഇവർക്ക് കിട്ടുന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ശരി, ഞാൻ മടങ്ങി വരാം. ധന്യരാമൻ, ഇവിടെ ആദിവാസികൾക്കുള്ള സ്വാഭാവികമായ ഭൂവിതരണം, അതായത് വനാവകാശ നിയമപ്രകാരമുള്ള ഭൂവിതരണം തന്നെ പാതി വഴിയിലാണ്. അതുകൂടാതെ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമിക്ക് പകരം ഭൂമി എന്ന പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സർക്കാരുകളുടെ വാഗ്ദാനവും ഇനിയും നടപ്പിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ആ പ്രശ്നപരിഹാരത്തിലൂടെ മാത്രമല്ലേ അവരുടെ പുനരധിവാസം സാധ്യമാകൂ. അത് നടപ്പിലാക്കാതെ മന്ദീഭവിച്ചു വച്ച് ഇത്തരം ലൊട്ടുലൊടുക്ക് വിദ്യയിലൂടെ, അതായത് ഭൂമി കണ്ടെത്തി വേറെ പുനരധിവാസം നടത്താമെന്ന വാഗ്ദാനം അതുപോലും കാര്യക്ഷമമായി നടത്താതിരിക്കുന്നതും ഈ യഥാർത്ഥത്തിൽ നടക്കേണ്ട ഭൂവിതരണം നടക്കാത്തതുകൊണ്ടല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയും പാർപ്പിടവും തന്നെയാണ്. സുരക്ഷിതമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾ തന്നെ 3 മാസത്തിനിടയിൽ 27 പേരൊക്കെ റേപ്പ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതൊക്കെ വീട് കയറിയിട്ടുള്ള എല്ലാം കൂട്ടബലാത്സംഗങ്ങളാണ്, വീടിനകത്ത് കയറിയിട്ടുള്ള. അപ്പൊ അതിന്റെ ഒക്കെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിന്റെ അടിസ്ഥാന കാരണം കൃത്യമായിട്ട് നല്ലൊരു ചുറ്റുപാടിൽ ജീവിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഭൂമി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ദളിതരും ആദിവാസികൾക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഭൂമിയുണ്ട്. മറ്റു വിഭാഗങ്ങളിലുള്ളവർക്ക് ഭൂമിയില്ല എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കം
ആളുകളേ ഉള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ ഒരിക്കലും സാമൂഹികമായും സാമ്പത്തികമായും മാറാത്തതിന്റെ അടിസ്ഥാന കാരണവും ഈ ഭൂമി ഇല്ലാത്ത അവസ്ഥ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടി തന്നെയാണ്. ഇപ്രാവശ്യവും ചർച്ച നടന്നിട്ടുണ്ട്, സർക്കാരുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നു പറയുന്നുണ്ട്, ദളിതർക്ക് ഭൂമി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ 3 സെന്റ് ഭൂമി ഇത്തരത്തിലുള്ള കോളനിവൽക്കരണമാണ് ഇനിയും നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ആദിവാസികൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടും കോളനികളിൽ നിന്ന് ഈ കോളനിയുടെ ഈ അവസ്ഥയിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക്, ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം. ഞങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഭൂമി തരണം എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും 5 ഏക്കർ ഭൂമി വെച്ചിട്ടാണ് ആദിവാസികൾക്ക് ചോദിച്ചിരിക്കുന്നത്. അത് സർക്കാരിന് തരാവുന്നേ ഉള്ളൂ. കാരണം 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇവിടെ വിദേശ കമ്പനികളുടെ കയ്യിലുള്ളതെന്ന് രാജമാണിക്യം കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ സഭകൾക്ക് അളന്നു കൊടുത്തിട്ടുള്ള ഭൂമികൾ 92,500 ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ട്രസ്റ്റുകളും സൊസൈറ്റികളും ഉണ്ടാക്കി ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം അവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് അവർക്ക് മാത്രം ഭൂമി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പർപ്പസ്ഫുള്ളിയാണ് ദളിതരെയും ആദിവാസികളെയും ഭൂമി കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ബൃഹത്തായ പദ്ധതികൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്. കൊച്ചി മെട്രോ വന്നു, അതൊക്കെ എത്ര പെട്ടെന്നാണ് ആ സമയബന്ധിതമായി നടപ്പിലാക്കി. അതുപോലെ തന്നെ അത്ര പോലും സമയം വേണ്ട. ഞങ്ങൾക്ക് ഈ മിച്ചഭൂമി കണ്ടെത്തി എഴുതി തരണമെങ്കിൽ എപ്പോഴേ തരാമായിരുന്നു. അപ്പൊ ഇത് മനഃപൂർവ്വം അങ്ങനെ തരാതെ ഇട്ടിരിക്കുന്നതാണ്. പക്ഷെ ഇത് അധികകാലം അങ്ങനെ ഭൂമി തരാതെ മുമ്പോട്ടേക്ക് ഇവർക്ക് ഒരു സർക്കാരിനും ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ ഗീതാനന്ദൻ കൂടിയുണ്ട്. ഗീതാനന്ദൻ, ആശിക്കും ഭൂമി ആദിവാസിക്ക് അതുപോലെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി എന്നീ 2 പദ്ധതികളിൽ വന്ന പാകപ്പിഴവ് അല്ലെങ്കിൽ അത് പൂർത്തിയാകാതെ കിടക്കുന്നതാണ് ഇന്ന് വാർത്തയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇതിനായി തുക ചെലവഴിച്ചിട്ടുണ്ട്, ഭൂമി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഭൂരഹിതരായ ഭവനരഹിതരായ ആദിവാസികൾ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ അല്ലെങ്കിൽ ആ പുനരധിവാസം നടത്താൻ സർക്കാരിനോ പട്ടികവർഗ വകുപ്പിനോ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇന്ന് വാർത്തയിലൂടെ തെളിയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന്, ഈ ഭൂമി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പദ്ധതി തന്നെ അഴിമതി ഉണ്ടാക്കാനുള്ള വലിയൊരു സാധ്യതയുള്ളതാണ്. ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടതുണ്ട് ഗവൺമെൻറ്. താങ്കൾ നേരത്തെ ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ വലിയൊരു ഭൂമി നൽകാനുള്ള രാഷ്ട്രീയ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനും ഭൂമി വാങ്ങിക്കാനുള്ള ഈ പറയുന്ന ബഡ്ജറ്ററി ഫണ്ട്, പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് പൊതു മാർക്കറ്റിലേക്ക് കമ്പോളത്തിൽ റിയൽ എസ്റ്റേറ്റ് വിപണിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒരു 2006 മുതലാണ് ഈ പദ്ധതി വാങ്ങിക്കുക എന്ന് പറയുന്ന പരിപാടി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. പിന്നീട് അത് LDF ഏറ്റെടുത്തു. ഏറ്റവും ഒടുക്കം അത് ജയലക്ഷ്മിയുടെ കാലത്ത് എത്തുമ്പോഴത്തേക്ക് പൂർണ്ണമായും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരും ബ്രോക്കർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ആദിവാസി ഫണ്ട് തട്ടിയെടുക്കാൻ്റെ ഒരു ഉപാധിയായി മാറി. നമുക്കറിയാം 2002-2003 കാലഘട്ടങ്ങളിലെന്താൻ തന്നെ വലിയ പ്രക്ഷോഭത്തിലൂടെ ആദിവാസികൾ അവർക്ക് ഭൂമി നൽകാനുള്ള ഗവൺമെൻറ് ബാധ്യതയുണ്ടെന്ന് നേരത്തെ ധന്യയുടെ പരാമർശിച്ചതുപോലെ 5 ലക്ഷം ഏക്കർ ഭൂമി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ വെച്ച് തന്നിരിക്കുകയാണ്. വിദേശ കമ്പനികളാണ് കൈവശം വെക്കുന്നത് വ്യാജരേഖകളിലൂടെ. രാജമാണിക്യം റിപ്പോർട്ടിലൂടെ വളരെ വ്യക്തമായി തന്നെ ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള ബാധ്യത, നിയമപരമായുള്ള ബാധ്യത ഗവൺമെൻറ് മുമ്പിലുണ്ട്. ഇത് ഏറ്റെടുക്കുക. കേന്ദ്ര സർക്കാർ വിട്ടുകൊടുത്ത 19,000 ഏക്കർ നിക്ഷിപ്ത വനഭൂമി പതിച്ചു കൊടുക്കാനുണ്ട്. ഇതെല്ലാം തന്നെ വളരെ മൂടി വെച്ച് പിന്നെയും വില കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നൊരു തന്ത്രം എന്തിനെന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇവിടുത്തെ ഈ പറയുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ഒരുപക്ഷെ ആദിവാസി പ്രവർത്തകരെയും പ്രൊമോട്ടർമാരും ഉൾപ്പെടെ ഈ കറപ്ഷൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി ഈ പർച്ചേസ് കമ്മിറ്റികൾ എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്നു. ഇത് 2 സ്കീമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒന്ന്, 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് സ്വയം സന്നദ്ധ പുനരധിവാസം. ഇത് വലിയൊരു തട്ടിപ്പാണ്. ആദിവാസികളെ ഘട്ടം ഘട്ടമായി വനത്തുനിന്ന് കുടിയിറക്കുക എന്നുള്ള പദ്ധതി തന്നെ ഏതാണ്ട് 99-2000 എന്ന കാലഘട്ടം മുതൽ കേന്ദ്ര ഗവൺമെൻറ് പരിഗണനയിൽ വന്നൊരു കാര്യമാണ്. 2006 കേന്ദ്ര വനാവകാശ നിയമം വരുന്നതോടുകൂടിയെങ്കിലും റദ്ദാക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു. വന്യജീവികൾ ആളുകൾ ആക്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന് വനത്തിൻ്റെ ഡിഗ്രഡേഷൻ, നാശമാണ് കാരണം. അതിന് ആദിവാസികളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പദ്ധതി വളരെ അപൂർവം ചില കേസുകളിൽ, ഇപ്പോൾ എന്താണ് പറയേണ്ടത്, പ്രകൃതി ദുരന്തമുണ്ടാകുന്നു അല്ലെങ്കിൽ പ്രളയം കൊണ്ട് ഏതെങ്കിലും ആദിവാസികൾ കുടികൾ മുങ്ങിപ്പോകുന്നു, അത്തരം ചില കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് മാറ്റി പാർപ്പിക്കണം. അത് അവരുടെ ആവശ്യാർത്ഥം നടക്കേണ്ടതാണ്. പക്ഷേ സ്വയം സന്നദ്ധ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് അവരുടെ മുകളിൽ സമ്മർദ്ദം കൊണ്ടുവന്ന് അവരെ പതുക്കെ ഞെക്കി വനത്തിൽ നിന്ന് പുറത്താക്കി അതിന് സ്വയം സന്നദ്ധം എന്ന് പറയുന്ന രോമനപ്പെട്ടിരിക്കുക. ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഒരിക്കലും തന്നെ വനത്തെ ആസ്വദിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വിഭാഗങ്ങൾക്ക്
പുറത്തു പോയി ജീവിക്കാൻ കഴിയില്ല. കാരണം ഭൂമിയുടെ വില അങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഈ 10 ലക്ഷം ഒന്നിച്ചു കൊടുക്കാറുള്ള പ്രശ്നം വേറെ. ആശിക്കും ഭൂമി പദ്ധതി എന്ന് പറയുന്നത് നല്ല ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ജയലക്ഷ്മി അത് കൊണ്ടുവന്നത്. പക്ഷേ ഒരിക്കലും ആശിക്കുന്ന ഭൂമി അവർക്ക് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു ദുഃഖസത്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവൺമെൻറ്റിന് ഇപ്പം കയ്യിലുള്ള ഭൂമി കൊടുക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കണം. ഇപ്പം ഭൂരഹിതരായുള്ള ആളുകൾ 4 ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത് കോളനികൾ. ജിഷ കൊലപാതകമൊക്കെ ആ പശ്ചാത്തലത്താണ് ഇവിടെ നടക്കുന്നത്. ധന്യ പറഞ്ഞ പോലെ ഗവൺമെൻറ്റുകൾക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ട് എങ്കിൽ പഴയകാല തെറ്റുതിരുത്തി കേരളത്തിൽ ഭൂമി അല്ലെങ്കിൽ പ്രകൃതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആദിവാസി, ദളിതർ, മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഈ മണ്ണിൽ അവകാശം കൊടുക്കാനുള്ള ഒരു രാഷ്ട്രീയ സമീപനം ഗവൺമെൻറ് തീരുമാനിക്കണം. 4 ലക്ഷം ഭവനരഹിതർ. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള കൂടി ആവശ്യമുണ്ട്. ഗീതാനന്ദനിലേക്ക് ഒരിക്കൽ കൂടി. ഗീതാനന്ദൻ, മുൻപ് താങ്കൾ തന്നെ സൂചിപ്പിച്ച, അതായത് ആദിവാസി വനാവകാശ നിയമം പ്രാബല്യത്തിലാവുന്നതിന് മുൻപാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ ആദിവാസികളെ വനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. അതൊരു വശത്ത്. മറുവശത്ത് ആദിവാസികൾക്ക് അനുവദിച്ചു കൊടുത്ത ഭൂമി അല്ലെങ്കിൽ പതിച്ചു കൊടുത്ത ഭൂമി പലതും വാസയോഗ്യമല്ല എന്ന ആരോപണം ഉണ്ടായിരുന്നു. പണ്ട് ട്രൈബൽ മിഷന്റെ കീഴിൽ അനുവദിച്ചു കൊടുത്ത ഭൂമിയിൽ പലതും വാസയോഗ്യമല്ല. ഇനിയും അവിടെ പുനരധിവാസം നടന്നിട്ടില്ല. ഉദാഹരണത്തിന് മൂന്നാറിലെ ആ കുണ്ടള ഡാമിനടുത്തുള്ള ഭൂപ്രദേശം, ആനയിറങ്കൽ ഡാമിനടുത്തുള്ള ഭൂപ്രദേശം, അത് വാസയോഗ്യമല്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്. മറുവശത്ത് ആദിവാസികളെ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. ഇതുകൂടാതെ താങ്കൾ തന്നെ മുമ്പ് സൂചിപ്പിച്ച ആദിവാസി ഭൂമി ഭേദഗതി നിയമപ്രകാരം അന്യാധീനപ്പെട്ട ഭൂമിക്ക് പകരമുള്ള ഭൂമിയും ഇനിയും കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ കേസ് ഏതുവരെയായി എന്ന് പോലും അറിയില്ല. ആ ഭൂമി ഇനി കൊടുക്കുമോ ഇല്ലേ, അത് സംബന്ധിച്ചൊരു ചർച്ചയും സമൂഹത്തിലില്ല. യഥാർത്ഥത്തിൽ മർമ്മപ്രധാനമായ പ്രശ്നത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറിയതല്ലേ ഇത്തരത്തിൽ ധാരാളമായി ഭൂമിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള അഴിമതികൾ ഉണ്ടാവാൻ കാരണം? ഗീതാനന്ദൻ, താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. കഴിഞ്ഞൊരു 10-20 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു പക്ഷേ വിഭക്ത കമ്മ്യൂണിസ്റ്റുകളുടെ കാലത്തൊക്കെ നടന്നിരുന്ന ഭൂസമരങ്ങൾ, പ്രകമ്പനം കൊള്ളിച്ച ഭൂസമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 1995 മുതൽ ഈ 2003-2004 കാലഘട്ടം വരെ, അവസാനം CPM വരെ അത് സമരം ഏറ്റെടുക്കേണ്ടി വന്നു. ഏറ്റവും ചുരുങ്ങിയത് 50,000-ഓളം ആദിവാസി കുടുംബങ്ങൾ ഭൂസമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ജയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി കുട്ടികൾ ജയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി ആളുകൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലരും ആത്മാഹുതി ശ്രമം നടത്തിയിട്ടുണ്ട്. സത്യാഗ്രഹങ്ങൾ നടത്തിയിട്ട് ഗവൺമെൻറ്റുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ യാഥാർത്ഥ്യം അംഗീകരിച്ച് ഭൂമി പ്രശ്നം നേറുന്നൊരു വിഷയമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് ചിന്തിക്കുമായിരുന്നു എങ്കിൽ ഗവൺമെൻറ് മുമ്പിലുള്ള കയ്യിലുള്ള ഭൂമി നൽകി ഈ വിഷയം പരിഹരിക്കാനുള്ളൊരു ശ്രമം നടത്തുമായിരുന്നു. ഇവിടുത്തെ ഭരണാധികാരി ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയതല്ല, 2000 കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. നമ്മളിവിടെയുള്ള ഓരോ പദ്ധതികളും വേർതിരിച്ച് തന്നെ എടുക്കേണ്ടതുണ്ട്. അതിൽ ഈ സ്വയം പുനരധിവാസ പദ്ധതി എന്നുള്ളത് ഈ രാജ്യത്തെ വനം വകുപ്പിൻ്റെ ഒരു ദ്രോഹ നടപടിയാണ്. ആശിക്കും ഭൂമി പദ്ധതി എന്നുള്ളത് ജയലക്ഷ്മി കൊണ്ടുവന്ന ഒരു പർച്ചേസ് പദ്ധതിയായിരുന്നു. മറ്റ് അന്യാധീനപ്പെട്ട ഭൂമിയുടെ കാര്യത്തിൽ 99-ലുണ്ടായിരുന്ന വിധി അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഭാഗികമായെങ്കിലും കുടിയേറ്റക്കാരൻ്റെ കയ്യിലുള്ള ഭൂമി തിരിച്ചെടുത്ത് കൊടുക്കണം, ബാക്കി പകരം ഭൂമി കൊടുക്കണം. ഈ 2 തീരുമാനവും സുപ്രീം കോടതി വിധി നടപ്പാക്കിയിട്ടില്ല. ഇതിനും പുറമെയാണ് 2002-ൽ ജാനുവിൻ്റെയും ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന കുടിലുകെട്ട് സമരവും അതിൻ്റെ ഭാഗമായി മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി നൽകി പുനരധിവസിപ്പിക്കാമെന്ന് പറയുന്ന സ്കീം. അത് പിന്നീട് നിൽപ്പ് സമരത്തിലൂടെ ഒന്നുകൂടി സ്പഷ്ടമായി എടുത്തു പറഞ്ഞു കിട്ടിയ ഭൂമി കൊടുക്കണമെന്ന് ആദിവാസി സ്വയംഭരണം നടത്തി. ഇതിനെല്ലാം പുറമെയാണ് 2006-ലെ കേന്ദ്ര വനാവകാശ നിയമം അനുസരിച്ച് വനത്തിൽ പാരമ്പര്യമായി ജീവിക്കുന്ന ആളുകൾക്ക് വ്യക്തിഗത വനാവകാശം, കൃഷി ചെയ്യുന്ന ഭൂമിയിൽ വ്യക്തിഗത വനാവകാശവും അവരുടെ ഗ്രാമസഭകൾക്ക് വനത്തിൽ അവർ ശേഖരിക്കുന്ന വനോൽപ്പന്നങ്ങളിലും അതുപോലുള്ള വിഭവ സമാഹരണത്തിലെല്ലാം തന്നെയുള്ള അവകാശം അംഗീകരിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ വനാവകാശം വേണമെന്നുള്ളത്. സാമൂഹ്യ വനാവകാശം കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. വ്യക്തിഗത വനാവകാശം ഭാഗികമായി നടപ്പാക്കിയിട്ടുള്ളൂ. 2009-ൽ സുപ്രീം കോടതി അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുത്തു കൊടുക്കാനുള്ള വിധി നടപ്പാക്കിയിട്ടില്ല. ആൻ്റണി കരാറിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുന്ന പാക്കേജിൽ ഏതാണ്ട് 8,000 കുടുംബങ്ങൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യാൻ അവർക്ക് 10 പൈസ എവിടെയും കൊടുക്കാത്തതാണ് ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിയാതെ വലിയൊരു വിഭാഗം ആദിവാസികൾ തിരിച്ചുപോയത്. ആർല ഫാമിൽ 3100 ഏക്കർ ഭൂമി കൊടുത്തതിൽ പകുതി പോലും ആദിവാസികളില്ലാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ആദിവാസി പ്രശ്നത്തോടുള്ള ഇവിടുത്തെ മാറി മാറി ഭരിച്ചിരുന്ന ഇടത് വലത് മുന്നണി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തുറന്ന ഒരു സമീപനമില്ല.
ദേശീയ തലത്തിൽ വലിയ ശരി, മാറ്റങ്ങൾ ഗീതാനന്ദൻ, നമുക്ക് സമയക്കുറവുണ്ട്. ധന്യരാമൻ, ഈ ഗീതാനന്ദൻ പറഞ്ഞു വെച്ചതിന്റെ അവസാന ഒരു പോയിന്റാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. 99-ലെ ആദിവാസി ഭൂനിയമത്തിന്റെ ഭേദഗതി നിയമപ്രകാരം പരമാവധി ഭൂമി, അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കണമെന്നും മറ്റുള്ളത് പകരം ഭൂമി കണ്ടെത്തി കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. ഇത് സംബന്ധിച്ച കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ കോടതി ഉത്തരവ് നടപ്പിലാക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി, ഡോക്ടർ നല്ലതമ്പി തേര. അതിനുശേഷം ആ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെപ്പോലുള്ളവർ ആ പോരാട്ടം ഏറ്റെടുക്കേണ്ടതല്ലേ ഈ നിർണായക ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഇത് ഇപ്പൊ തന്നെ ഭൂമി ചോദിച്ചുകൊണ്ട് അധികാര സമിതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനുണ്ട്, ഗീതൻ ചേട്ടനുണ്ട്, സണ്ണിയം കപ്പിക്കാട് സാറുണ്ട്, ഞങ്ങളുടെ മുതിർന്നവരും ഞങ്ങളുടെ ഇളം തലമുറയിൽ എല്ലാവരും കൂടി നല്ലൊരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിന്റെ ഒരു സൂചനയാണ് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ കോടതി അനുവദിച്ചിട്ടുള്ള ഒരു ഭൂമി ഇന്ന് വരെ ഒരു ആദിവാസിക്കും അളന്നു കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലവിൽ പെരിഞ്ചാംകുട്ടിയിൽ 1500 ദിവസം കഴിഞ്ഞു പെരിഞ്ചാംകുട്ടിയിലെ ആദിവാസികൾ ഇപ്പോഴും ഇടുക്കി കലക്ടറേറ്റിന്റെ വാതിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്, ഭൂമി ഇല്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട്. ആ സമരപന്തലിൽ നിന്ന് 10ഓളം പേരാണ് മരിച്ചുപോയത്. ശരി, അത്തരത്തിൽ നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടത്തിലൂടെ മാത്രമേ ആദിവാസികളുടെ ഭൂമിയുടെ മേലുള്ള അവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. വളരെയധികം നന്ദി ധന്യരാമൻ, ഗീതാനന്ദൻ, കുഞ്ഞു മുഹമ്മദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. ഇനി ഷോ മോൾ.